ജനങ്ങൾ ബി.ജെ.പിയുടെ നടു ഒടിച്ചുവെന്നും ഇനി ഈ പാർട്ടി കേരളത്തിൽ തലപൊക്കില്ലെന്നും കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ. ബി.ജെ.പിയുടെ വർഗീയ പ്രചാരണത്തിനും പണക്കൊഴുപ്പിനും ഇതിലും വലിയ തിരിച്ചടി കിട്ടാനില്ല. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 10,000-ത്തിലധികം വോട്ടാണ് ബി.ജെ.പിക്ക് നഷ്ടപ്പെട്ടത്. നഗരസഭയിലാണ് ഏറ്റവും അധികം ഇടിവുണ്ടായത്. ചേലക്കരയിലും വയനാട്ടിലും ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കാനായില്ല. വർഗീയത വാരി വിതറിയും സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചുമാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. ബി.ജെ.പിയുടെ സമുന്നതരായ നേതാക്കൾ വരെ പ്രചാരണത്തിന് വന്നിട്ടും പ്രയോജനമുണ്ടായില്ല. വർഗീയതയിൽ ഊന്നിയുള്ള പ്രചാരണം കൊണ്ട് മഹാരാഷ്ട്രയിൽ ബി.ജെ.പി നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റേത് മതേതര മണ്ണാണെന്ന് ബി.ജെ.പി തിരിച്ചറിയണം. ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യത്തിന് മികച്ച വിജയം നേടാനും സാധിച്ചു. പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരം ഉപതെരഞ്ഞെടുപ്പിൽ ആളിക്കത്തിയിട്ടുണ്ട്. പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വൻ ഭൂരിപക്ഷം അതിന്റെ അളവുകോലാണ്. ചേലക്കരയിൽ 39,400 വോട്ടിന്റെ ലീഡിനെ 1/3 ചുരുക്കാൻ രമ്യ ഹരിദാസിന് സാധിച്ചു. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ച വൻ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ മതേതര ജനാധിപത്യ ആശയങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ്. ഗാന്ധി കുടുംബത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.